വെൻ വി ടോക്ക് അബൌട്ട് അപ്സ്കില്ലിംഗ് എന്തൊക്കെയാണ് നോർമലി നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറയാറ്? ഇപ്പോൾ പാർട്ട് ടൈം ജോബിനാണെങ്കിലും ഈ ഡിപ്പെൻസ് ഓൺ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ. ഓരോ പ്രൊഫൈൽ ഇപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അപ്സ്കില്ലിംഗ് സെറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു BBA ഓർ BCom കഴിഞ്ഞ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അപ്സ്കില്ലിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിവിടെ കാണിക്കുന്ന പല കാര്യങ്ങളും UK പോയിട്ട് കാണിക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് പല നെഗറ്റീവ് റീലുകളും നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മൊത്തം അതാണ്. ഒരു ഇൻസ്റ്റഗ്രാം എടുത്ത ഏത് കൺട്രി പോയാലും ദാറ്റ് ഇസ് വാട്ട് വി സീ. അപ്പം നമ്മളൊരു കൺട്രീനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്തേക്ക് ഒന്ന് കോഴ്സിനെ പറ്റിയിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്തേക്ക് ദ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, ഹൗ ഐ ഷുഡ് ബി ഏബിൾ ടു കോപ്പ് വിത്ത് ദ പീപ്പിൾ ഓവർ ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാനിപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം മാസ്റ്റേഴ്സ് പുറത്തുനിന്ന് എടുത്തില്ലല്ലോ എന്നുള്ളതാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്തത് വെൻ ഐ യൂസ് ടു വർക്ക് ഇൻ ജർമ്മനി. എൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് വെൻ ഐ യൂസ് ടു വർക്ക് ഇൻ ജർമ്മനി, അവർ ചിന്തിക്കുന്നതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ദേ ആർ ഗിവിങ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ പെർസ്പെക്റ്റീവ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ആ സ്റ്റോറി ടെല്ലിംഗ് അല്ല, ഒരു കാര്യം നമുക്ക് പറഞ്ഞ് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സ്റ്റോറി ടെല്ലിംഗ് അല്ലേ. ഇവരെ ഈ വെറുതെ വിളിപ്പിച്ച് പോകാൻ താല്പര്യമില്ലാത്ത ഒരാൾ നമ്മൾ ഈ മറ്റേ മാങ്ങ ഞെക്കി പഴിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. യു ഡോണ്ട് ഡു ഇറ്റ്. അത് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഈസ് ദ റൈറ്റ് വേ. 12th കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾ കൂടുതലും MBBSന് പോവുക അല്ലെങ്കിൽ മെഡിസിന് പോവുക, അങ്ങനെ ഒരു ട്രെൻഡും നമ്മുടെ നാട്ടിൽ റീസെന്റ് നമ്മൾ അല്ലെങ്കിൽ കുറച്ചധികം നാളായിട്ട് കാണുന്നുണ്ട്. ജർമ്മനിയിൽ എന്താണ് അതിനുള്ളൊരു ഓപ്ഷൻസ്? ഇപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പല പ്രോഗ്രാംസിന് സ്റ്റുഡൻസ് പോകാറുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇപ്പം ലാംഗ്വേജ് അപ്സ്കില്ലിംഗ്, വെൻ വി ടോക്ക് അബൌട്ട് അപ്സ്കില്ലിംഗ് എന്തൊക്കെയാണ് നോർമലി നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറയാറ്? ഇപ്പോൾ പാർട്ട് ടൈം ജോബിനാണെങ്കിലും അല്ലെങ്കിൽ വെരി നെസസറി വെരി ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ഡിപ്പെൻസ് ഓൺ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ. ഓരോ പ്രൊഫൈൽ ഇപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അപ്സ്കില്ലിംഗ് സെറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു BBA ഓർ BCom കഴിഞ്ഞ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അപ്സ്കില്ലിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസിക്സ് എപ്പോഴും പറയും. ഇപ്പം നമ്മുടെ നാട്ടിലൊരു സാധാരണ ഇപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സൊക്കെ പ്രോഗ്രാമിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു എന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാറുണ്ട്. റൈറ്റ്, യു മൈറ്റ് ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ. ഫോർ ദാറ്റ് മാറ്റർ യു ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ സൈക്കോളജി, റൈറ്റ്? സൈക്കോളജി ഉള്ള ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നല്ല. പക്ഷേ ദ ഫ്യൂച്ചർ ഇസ് ഗോയിങ് ടു ബി ലൈക്ക് വെരി അൺസർട്ടൈൻ. അപ്പം എല്ലാവർക്കും വേണ്ട സ്കിൽ സെറ്റിൽ ഒന്നായിട്ട് ഫോർ ഷുവർ ദിസ് ഈസ് ഗോയിങ് ടു ബിക്കം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈവൻ ഫോർ ദാറ്റ് മാറ്റർ ജർമ്മനിയിലേക്ക് എൻ്റെ അടുത്ത് പോകുന്ന സ്റ്റുഡൻസ് ഇത് പറയാറുണ്ട്. ഞാൻ പറയും ഓക്കെ ശരി, അവിടെ പോയിട്ട് 2ാമത്തെ വർഷം ചേട്ടൻ അന്ന് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, 2ാമത്തെ വർഷം തൊട്ടിട്ട് പ്രോഗ്രാമിങ്ങിനെ കൊണ്ട് കളിയാണ്, ഇപ്പം അതിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഓക്കെ, അനുഭവിച്ചോ, അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒന്ന് കാലം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കടന്നുകയറ്റം നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും കാണാനുണ്ട്. ഇനി വരുന്ന കാലത്തേക്ക് മേ ബി ഒരു ഡൗൺ ദ ലൈൻ ഒരു 5 to 10 years നമ്മൾ ഇന്ന് ചെയ്യുന്ന പല ജോലികളും ചിലപ്പോൾ കാണാൻ പോലും ഉണ്ടാവില്ല. പുതിയ ജോലികൾ വരും. നമുക്കാകെ നമ്മളെ ഇത് ചെയ്യാൻ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, അഡാപ്റ്റബിൾ ആവുക. നമ്മൾ ഇനി നിർത്താൻ പോകുന്ന സ്കില്ല് 21st century സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്, റൈറ്റ്? ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ പറ്റണം. അടുത്തത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ദാറ്റ് റിയലി മാറ്റേഴ്സ്. എന്തൊക്കെ വന്നതെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പാരൻസ് നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ദ കണക്ഷൻ വിച്ച് വി ആർ ഗെറ്റിംഗ്, റൈറ്റ്? സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് കിട്ടുന്ന ഒരു കണക്ഷൻ, ദാറ്റ് റിയലി മാറ്റേഴ്സ്, റൈറ്റ്? അപ്പം ഇങ്ങനെയുള്ള സ്കിൽസിൻ്റെ മേലേക്കും കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. അപ്പാർട്ട് ഫ്രം ക്രിയേറ്റിവിറ്റി കൂട്ടാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയിലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനത്തിനെ ഞാൻ മാറ്റി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സോർട്ട് ഓഫ് എ ക്രിയേറ്റിവിറ്റി, ഔട്ട് ഓഫ് ദ ബോക്സ് അല്ലേ? സോ ഓരോ ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് വി ഷുഡ് ബി ഏബിൾ ടു അഡാപ്റ്റ് ടു ഇറ്റ്. That is one. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. And another one important skill everyone should have is actually prompt engineering. Prompt engineering is something like, ChatGPT എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന രീതിക്കായിരിക്കില്ല ചിലപ്പോൾ വേറെ ആൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. അയാൾ യൂസ് ചെയ്യുന്ന ഇതും ഞാൻ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? ഇതിനെ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം, റൈറ്റ് ആയിട്ട് പണിയെടുപ്പിക്കാം. അതിന് നമുക്ക് നല്ല വിവരം ഉണ്ടെങ്കിലും പ്രോംപ്റ്റിങ്ങിനെ പറ്റിയിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും അതിൻ്റെ മേലേക്ക് നമ്മൾ നല്ലോണം സമയം സ്പെൻഡ് ചെയ്താലും മാത്രമേ കിട്ടുള്ളൂ. ChatGPTൻ്റെ കണക്കുകൾ പ്രകാരം, അതായത് ഓപ്പൺഎഐയുടെ കണക്കുകൾ പ്രകാരം 60 to 65% people are using it, are 60 to 65% of people who is using ChatGPT
ദേ ആർ ബേസിക് ലെവൽ യൂസേഴ്സ്. റൈറ്റ്. ബാക്കി ഒരു 20% അഡ്വാൻസ് ലെവലും 1-2% ഇസ് ആൻ ആർക്കിടെക്ട് ലെവൽ യൂസേഴ്സ്. ഓക്കെ. റൈറ്റ്. ഓക്കെ. ആ ആർക്കിടെക്ട് ലെവൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു സെക്കൻഡ് ബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. റൈറ്റ്. ഇതിനെ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇത് ഏത് പ്രോസസ്സിലേക്കും പറ്റും. അതെ, ഇതിനെ കൊണ്ട് എന്തും ചെയ്യിക്കാം. പക്ഷെ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അതെ, നിങ്ങളൊരു മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തേക്ക് തിങ്ക് ലൈക്ക് ദിസ്. ഇഫ് യു ഹാവ് എ സെക്കൻഡ് ബ്രെയിൻ, എ ഈസ് യുവർ സെക്കൻഡ് ബ്രെയിൻ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തൂടെ. അതായത് എന്റെ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എ ഒഴിവാക്കുക അല്ലെങ്കിൽ എ ഡിറ്റക്ഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ഒഴിവാക്കുക എന്നേ പറയുന്നുള്ളൂ. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്കിൽ എവരിവൺ ഷുഡ് പൊസസ്. ദ സ്റ്റുഡൻറ് ഷുഡ് ലേൺ ഇറ്റ്. ഡെഫിനറ്റ്ലി. അതായത് ഇത് അവിടെ പോയി എവിടെ പോകും, ഏത് രാജ്യത്ത് പോകണമെന്ന്, ഫോർ ദാറ്റ് മാറ്റർ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ നടക്കുള്ളൂ. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇതാണ് ഒരു അപ്സ്കില്ലിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ വി ക്യാൻ സേ. ഈ ഒരു സ്കിൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പുറത്ത് പോകുന്നു, ഒരുപാട് കൺട്രീസിൽ നമ്മൾ പലതും കാണുന്നു. വേർ ഡു യു തിങ്ക് എഡ്യൂക്കേറ്റിംഗ് സ്റ്റുഡൻസ് അബൌട്ട് ഹൗ to live in other countries matters? Do you think അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കൺട്രീനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ദാറ്റ് മാറ്റേഴ്സ്. നമ്മളിവിടെ കാണിക്കുന്ന പല കാര്യങ്ങളും യു കെയിൽ പോയിട്ട് കാണിക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് പല നെഗറ്റീവ് റീലുകളും നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മൊത്തം അതാണ്. ഒരു ഇൻസ്റ്റഗ്രാം എടുത്ത ഏത് കൺട്രി പോയാലും ദാറ്റ് ഇസ് വാട്ട് വി സീ. റീസെൻ്റ്ലി ഒരു ഇംഗ്ലീഷ് ലേഡിയുടെ വീഡിയോ കണ്ടിരിക്കും. പല സ്ട്രീറ്റ്സിലും നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടില്ലേ, പാൻ കഴിച്ചിട്ട്, അത് നിങ്ങൾ കണ്ടിരിക്കും. വിച്ച് ഈസ് സംതിങ് യു ഷുഡ് നെവർ ടേക്ക് ടു അനദർ കൺട്രി. ഫോർ ദാറ്റ് മാറ്റർ ഇവിടെയും യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൺട്രീനെ പറ്റിയിട്ടും കോഴ്സിനെ പറ്റിയിട്ടും റിസർച്ച് ചെയ്യുന്ന സമയത്തേക്കും അവിടുത്തെ ഒരു ഡെമോഗ്രഫീനെ പറ്റിയിട്ടും അവിടുത്തെ ഒരു ആൾക്കാരുടെ ബിഹേവിയറിനും, യു ആർ എ സൈക്കോളജിസ്റ്റ് റൈറ്റ്, സോ യു മൈറ്റ് ഹാവ് സീൻ എ ലോട്ട് ഓഫ് ഡിഫറൻസ് വെൻ യു വെൻ ടു കാനഡ. ഇവിടെ നിന്ന് നിങ്ങൾ കണ്ട കാര്യങ്ങളും റൈറ്റ്, അത് ആക്ച്വലി യു ഷുഡ് ഹാവ് പ്രിപ്പയർഡ് ഫ്രം ഹിയർ ഇറ്റ് സെൽഫ്. പ്രിപ്പയർഡ് ആയിട്ടാണോ പോയെന്ന് ചോദിച്ചാൽ നോ, യു നെവർ തോട്ട് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് റൈറ്റ്. അപ്പോൾ നമ്മളൊരു കൺട്രീനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്തേക്ക് ഒന്ന് കോഴ്സിനെ പറ്റിയിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്തേക്ക് ദ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, ഹൗ ഐ ഷുഡ് ബി ഏബിൾ ടു കോപ്പ് വിത്ത് ദ പീപ്പിൾ ഓവർ ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ജർമ്മൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടുത്തെ പോലെ അത്ര വാം വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിക്കൊള്ളും എന്നില്ല. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരാളെടുത്ത് പോയിട്ട് നമ്മളിവിടെ പറയുന്ന പോലെ ഹൈ ബ്രോ എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് ആക്ച്വലി നമ്മളെ തന്നെ മോൾഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത്രയും ബൾക്കായിട്ടുള്ള ആൾക്കാർ കയറി പോകുന്ന സമയത്തേക്ക് ഈ കാര്യങ്ങളൊന്നും റെലവൻ്റ് അല്ലാതെ ആവുകയാണ്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. പക്ഷേ ഇത്രയധികം ആൾക്കാർ കയറി പോകുന്ന സമയത്തേക്ക് ഇതൊന്നും റെലവൻ്റ് അല്ലാതെ പോകുമല്ലേ. അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ജർമ്മൻസിനെ കാണുന്നതിലും കൂടുതൽ ചിലപ്പോൾ മലയാളികളായിരിക്കും കാണുന്നുണ്ടാവുക. റൈറ്റ്. ആക്ച്വലി ഒരു സ്റ്റഡി അബ്രോഡിൻ്റെ പുറത്ത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോഴും ഐ സ്ട്രോങ്ലി സേ ദാറ്റ്. എന്ന് വെച്ചാൽ ഞാനിപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം മാസ്റ്റേഴ്സ് പുറത്തുനിന്ന് എടുത്തില്ലല്ലോ എന്നുള്ളതാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്തത് വെൻ ഐ യൂസ് ടു വർക്ക് ഇൻ ജർമ്മനി. എൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് വെൻ ഐ യൂസ് ടു വർക്ക് ഇൻ ജർമ്മനി, അവർ ചിന്തിക്കുന്നതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. റൈറ്റ്. ഫോർ ദാറ്റ് മാറ്റർ യൂറോപ്പിൽ ഇപ്പം യൂറോപ്യൻസായിട്ട് വർക്ക് ചെയ്ത സമയത്തേക്ക് ഞാൻ അന്ന് റിഗ്രറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ജർമ്മനിയിൽ നിന്ന് എങ്ങാനും ഒരു മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അന്ന് ഐ യൂസ് ടു റിഗ്രറ്റ് ദാറ്റ്. നമ്മുടെ അക്കാദമിക്സ് ഇവരുടെ ഒന്നും 7 കാലത്ത് എത്തില്ല. ദാറ്റ് വാസ് ആയിട്ട് ഐ ഫെൽറ്റ്, പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. മേ ബി പല ആൾക്കാരും ഇതിനെ ഡിഫർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ അക്കാഡമിക്സ് ആണ് അല്ലല്ല, നമ്മുടെ അക്കാദമിക്സ് ബെറ്റർ അല്ല, അവരുടെ അക്കാദമിക്സ് ബെറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും എത്തില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. റൈറ്റ്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റണം. എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുള്ളത്. ഇപ്പോൾ സ്റ്റഡി അബ്രോഡിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ഞാൻ പറയുന്ന സമയത്ത് ഇതാണ് നമുക്കൊന്ന് കിട്ടാൻ പോകുന്നത്. ഒന്ന് ഡെഫിനറ്റ് ആയിട്ടും വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്. നമുക്ക് ഇവിടെ കിട്ടാത്ത ഒരുപാട് കോഴ്സസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ, പല സ്ട്രീംസിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം എക്സ്പോഷർ നമുക്ക് വരും അല്ലേ, പല കൺട്രീസിലുള്ള ആൾക്കാരുടെ ഒരു ഗ്ലോബൽ എക്സ്പോഷർ. നമ്മളിവിടെ ചിന്തിക്കുന്നതിൽ നിന്നും വേറെ സ്ഥലങ്ങളിലും പല രീതിയിലേക്ക് ചിന്തിച്ചിട്ടുള്ള കുറേ ഐഡിയാസ് ഒന്നിച്ചു വരുന്നു. വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് എക്സ്പോഷർ. റൈറ്റ്. അപ്പം നേരത്തെ പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ കാര്യം ഇറ്റ് വിൽ ബി ടേക്കൺ കെയർ ബൈ ഇറ്റ് സെൽഫ്. ഒരേ സെറ്റിലല്ലല്ലോ ചിന്തിക്കുന്നത്. പല നാഷണാലിറ്റീസും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മുടെ ടീമിലുണ്ടായിരിക്കുക. വി വിൽ ബി വർക്കിംഗ് വിത്ത് ദം. സോ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ബീൻ ടേക്കൺ കെയർ ഓഫ് ദർ. റൈറ്റ്. അപ്പോൾ ഒരു ചെക്കാണ് അത് ആക്ച്വലി അതായത് ഒരു സ്റ്റഡി അബ്രോഡ് നമ്മൾ നോക്കുന്ന സമയത്തേക്ക് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു കുഡ് ലാൻഡ് അപ്പ് ഇൻ എ ജോബ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ലൈക്ക് വെരി ഹൈ.
അല്ലേ? നമ്മളിപ്പോൾ ഒരു മാസ്റ്റേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഹാർഡ്ലി 20-25 lakhs, റൈറ്റ്? നമുക്കൊരു നല്ല ജോലിയിൽ യു കെയിലൊക്കെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ഒരു വർഷത്തെ ഇതുപോലെ ആവുന്നില്ല, മേ ബി ചിലപ്പോൾ ഒരു 6 മാസത്തെ സാലറി വരുന്നുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദർ. പക്ഷെ ആ ജോലിയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്താലേ നടക്കുള്ളൂ, അല്ലേ? എന്തോ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താലേ നടക്കുള്ളൂ. ഇതിനോടും പല യു കെയിലുള്ള പല ആൾക്കാരും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ട് ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല, ഇയാൾ വെറുതെ പറയാന്നൊക്കെ പറയും. ദാറ്റ് ഈസ് വെരി പേഴ്സണൽ പെർസ്പെക്റ്റീവ്, അല്ലേ? നമുക്കിതിനെ ജനറലായിട്ട് എന്തോ ഒരു ഡിഫറൻസ് വരുത്തിയാൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതേ അല്ലേ പറയാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് പിന്നെ ആക്ച്വലി നമുക്ക് കിട്ടുന്ന നമ്മളൊരു വേറൊരു കൺട്രിയിലേക്ക് പോകുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ പോകുന്ന നേരത്തെ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു. ആരോട് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെയായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ലൈക്ക് റിയലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെനി കോഴ്സസ്, ഇപ്പോൾ പുറത്തുള്ള പല യൂണിവേഴ്സിറ്റിയിലുള്ള പല കോഴ്സസും ദേ ആർ ഗിവിങ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ പെർസ്പെക്റ്റീവ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, അല്ലേ? സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ആ സ്റ്റോറി ടെല്ലിംഗ് അല്ല, അതല്ല. ഒരു കാര്യം നമുക്ക് പറഞ്ഞ് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ? ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സ്റ്റോറി ടെല്ലിംഗ്, അല്ലേ? നമുക്ക് നല്ല കമാൻഡ് ഉള്ള ഒരു കാര്യം ഹൗ ടു പ്രസന്റ് ഇറ്റ് ഇൻ ബാക്കിയുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന രീതിയിൽ, കൺവേ ചെയ്യുന്ന രീതിയിൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് that is a perspective which you can get from studying abroad. I mean അത് കുറച്ചും കൂടെ ബെറ്റർ ആവും. നേരത്തെ പറഞ്ഞ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഒക്കെ അവിടെ വരും, ആൻഡ് എക്സ്പോഷർ. പിന്നെ അത് തന്നെ പഠിപ്പിക്കുന്ന പല കോഴ്സസ് ഉണ്ട്. അതായത് നമുക്ക് പല കോഴ്സിലും ഇത് പഠിക്കാൻ തന്നെയുണ്ട്. ദ പ്രസൻറ്റേഷൻ വിച്ച് യു ആർ ഡൂയിങ്, അതായത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദേ ആർ അസസിങ് ദിസ്, ഹൗ വെൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറേ സ്ലൈഡ് ഇട്ടിട്ട് ഞെക്കി കളിക്കുന്നതാണ്. That is not how the perspective of communicate and connect with the audience matters. Communicate, നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലേക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത്രയധികം ഇൻഫ്ലുവൻസ് വരുന്ന സമയത്തേക്ക് ഹൗ വെൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് സംവൺ, അല്ലേ? വേറൊരാളുടെ ഹാർട്ടിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഹൗ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് മാറ്റേഴ്സ് ഫ്രം നൗ ഓൺ. ലൈക്ക് അത് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് പെർസ്പെക്റ്റീവിൽ അവരുടെ സിലബസസ് അധികം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സാംസ് ആണെന്നുണ്ടെങ്കിലും ഇരുന്ന് എഴുത്തല്ല, അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻ്റ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് യു ഹാവ് ടു ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് ദെൻ ഓൺലി യു ഷുഡ് കം അപ്പ് വിത്ത് സംതിങ്, അല്ലേ? അവിടെ യുവർ ക്രിയേറ്റിവിറ്റി ഈസ് വർക്കിംഗ്, അല്ലേ? ക്രിയേറ്റിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇനി വേണ്ട സ്കിൽ സെറ്റുകളിൽ, അതായത് ഭാവിയിലേക്ക് വേണ്ട സ്കിൽ സെറ്റുകളിൽ ഒന്ന് ക്രിയേറ്റിവിറ്റിയാണ്. അത് ഇങ്ങനെയാണ് ഡെവലപ്പായി വരുന്നത്. അല്ലാതെ നമ്മൾ കുറേ എന്തോ പഠിച്ചിട്ട് കാണാതെ പോയി എഴുതിയിട്ട്, അല്ലേ? പണ്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഇന്ന് ഓർമ്മയുണ്ടോയെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷെ അതിൽ നിന്നുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വി റിമെമ്പർ. പക്ഷെ അത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ വേയിലാണ് പല യൂണിവേഴ്സിറ്റീസും പുറത്തുള്ള പല യൂണിവേഴ്സിറ്റീസും പഠിപ്പിക്കുന്നത്. ദെയർ കരിക്കുലം ഇസ് സെറ്റ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. ആക്ച്വലി അവരുടെയൊക്കെ ഒരു സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ മേക്കിംഗ് യു ജോബ് റെഡി. ഈ കോഴ്സിൻ്റെ സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സേ ഒരു മാനേജ്മെൻറ്റ് റോളിലേക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക്, സേ ഒരു എൻട്രി ലെവൽ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ട സ്കിൽ സെറ്റ്, ആ രീതിയിലേക്കായിരിക്കും നിങ്ങളുടെ സിലബസിൻ്റെ ഡിസൈൻ. ഇഫ് യു ഗോ ഡിഗ് ഡീപ്പ് ഇൻ ടു ഇറ്റ്, ആ ഡിഗ്ഗിങ് ആണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ആവാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഷുഡ് ബി ഹാവിങ് ഇറ്റ്. Yeah, you give them a pathway of completely how to do things. അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് that completely depends on them. Yeah, so we discussed about the advantages. പക്ഷെ when it comes to disadvantages, കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. പക്ഷെ എങ്കിലും വെരി റിയലിസ്റ്റിക് ആയിട്ട് പറയുമ്പം പഠിക്കുന്ന സമയത്തും പഠിച്ചു കഴിഞ്ഞും അല്ലെങ്കിൽ നമ്മൾ വർക്ക് വിസയിലുള്ളപ്പോഴും PR എന്നുള്ളതാണ് മിക്കവരുടെ ഒരു അൾട്ടിമേറ്റ്. അതുവരെ ഫേസ് ചെയ്യുന്നൊരു ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണ് പുറത്ത് പോകുമ്പോൾ? ഇത് പല കൺട്രീസും പല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കും. ആക്ച്വലി ഇപ്പോൾ ഞാൻ അനുവിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാനഡയുടെ കേസ് നമുക്ക് എടുക്കാം. കാനഡയിലേക്ക് പോകുന്ന സമയത്തേക്ക് അനു അവെയർ ആയിരുന്നു അവിടെ പോയിട്ട് PR-ൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് എന്താണ്. ഇവിടുന്ന് പറഞ്ഞിരുന്നത് എന്താ, ഒന്നും പഠിക്കേണ്ട, ആദ്യത്തെ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് PG ഡിപ്ലോമ, റൈറ്റ്? അടുത്തൊരു PG ഡിപ്ലോമയും കൂടെ എടുക്കുന്നു, 3 years യു വിൽ ഗെറ്റ് PR. അതായിരുന്നല്ലോ. അതാണോ റിയാലിറ്റി? ഒരിക്കലല്ലോ. IELTS-ന്റെ സിനാരിയോ പറഞ്ഞത് എന്താണ്, കാനഡയിലേക്ക് അന്നൊക്കെ എനിക്ക് തോന്നുന്നു 6.5 IELTS വേണം, 6 ബാൻഡിൽ ലെസ് ദാൻ വേണം എന്നുള്ളത്, അല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ രണ്ടാമത് IELTS എഴുതണമെന്നും അതിൽ ഇത്ര ബാൻഡ് വേണം എന്നുള്ളതും വേറെ ആയിരുന്നോ? അല്ലല്ലോ, റൈറ്റ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഓരോ കൺട്രിയിലും PR ഇറ്റ് ഡിപ്പെൻഡ്സ്.
അവർക്ക് അവിടെ നിങ്ങൾക്കൊരു പെർമനന്റ് ഇത് തരികയല്ലേ, റെസിഡൻസി തരികയല്ലേ. സോ ആരും ഇത് അത്ര എളുപ്പമാണെന്ന് വിചാരിക്കരുത്. കീപ്പ് ചെയ്താൽ തന്നെ നടക്കുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഓരോ കൺട്രിയിലേക്കും ഇറങ്ങി ചെല്ലുന്ന സമയത്തേക്ക് ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. ഇപ്പോൾ ജർമ്മനിക്കുള്ളത് വേറെ റൂളാണ്, യു കെയിലേക്കുള്ളത് വേറെ സിനാരിയോ ആണ്, കാനഡയിലേക്കുള്ളത് വേറെ സിനാരിയോ ആണ്, ഓസ്ട്രേലിയ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം. അപ്പം ഒറ്റ ലൈനിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് നമ്മളത് പറഞ്ഞു തുടങ്ങിയാൽ ഇറ്റ് ബിക്കംസ് വെരി ടെക്നിക്കൽ. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ലോട്ട് ഓഫ് ഡീറ്റെയിൽസ്. ഒറ്റ ലൈനിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമാണെന്ന് ആരും വിചാരിക്കരുത്. ഇവിടെ നിന്ന് പറഞ്ഞിരുന്ന പോലെ നിങ്ങൾക്ക് അവിടെ പഠിച്ച് പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും PR കിട്ടും എന്നുള്ളതും യു ഷുഡ് നോട്ട് എക്സ്പെക്ട്. ആൻഡ് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ യു ഷുഡ് സ്റ്റാർട്ട് ആസ്കിങ് when you go to a consultancy, I'll say. Why? Because വളരെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ആൻസർ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ട്, ഒന്നും പേടിക്കേണ്ട. അത് പാരൻസും സ്റ്റുഡൻസും എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റഡി അബ്രോഡ് എന്ന് വിചാരിക്കുന്ന സമയത്തേക്ക് നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലുണ്ട്. പാരൻറ്റും ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് പോയി, ആ പാരൻ്റ് ആയിരിക്കും വേറൊരു പാരൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അവർ പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ അതങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, പാർട്ട് ടൈം കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് PR കിട്ടും. ദിസ് ഈസ് ദ പെർസ്പെക്റ്റീവ് വിച്ച് ദേ ഗീവ്. അത് പ്രോബ്ലമാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. സിംഗിൾ ലൈൻ ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. സോ യു ഷുഡ് ഹാവ് ടു ഹാവ് എ വെരി ഡീറ്റെയിൽഡ് റിസർച്ച് ഓഫ് ഏത് കൺട്രിയിലാണ് പോകുന്നതിനനുസരിച്ചിട്ട് യു ഷുഡ് ഡു എ ഡീറ്റെയിൽഡ് റിസർച്ച്. പിന്നെ ഇപ്പോൾ ഒരുപാട് കൺട്രീസ് ഇപ്പം നമുക്കറിയാം, നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ, UK, ന്യൂസിലാൻഡ്, ജർമ്മനി, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ മിക്കയിടത്തും ഈ പറഞ്ഞതുപോലെ പലയിടത്തും സാച്ചുറേറ്റഡ് ആയെന്ന് പറയുന്നു, പലരും തിരിച്ചു വരുന്നു. ഇപ്പം ഏതൊക്കെയാണ് ഒരു സേഫ് ഓപ്ഷൻ എന്ന് പറയാനാണെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി വെരി സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. ഒരിക്കലും ഒരു സേഫ് ഓപ്ഷൻ എന്ന് നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. എല്ലാത്തിലും റിസ്ക് ഉണ്ട്. ആ റിസ്ക് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയായിരിക്കും? കാനഡ ദർ ആർ ഇഷ്യൂസ് ലൈക്ക് വിസയുടെ ഒക്കെ ഇഷ്യൂസ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒന്നും ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസിന് വിസ കൊടുത്തിട്ടില്ല. ദേ ആർ കൈൻഡ് ഓഫ് ലൈക്ക് അവിടെ ആൾക്കാർ ആവശ്യമുണ്ട്, പക്ഷേ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇത്ര അധികം ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ കാപ്പബിൾ അല്ല. സോ ഇറ്റ് മേ ബി ഒരു 3 to 4 yearsനുള്ളിൽ ഇറ്റ് മേ കം ബാക്ക്, സ്റ്റാർട്ട് അഗെയിൻ. റൈറ്റ്. UK ഇപ്പോഴും സ്റ്റുഡൻസിന് എടുക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സിനാരിയോ. അതായത് നല്ല പ്രിപ്പയർഡ് ആയിട്ട് മാത്രം UK പോവുക. ജോലി ഉണ്ടോ എന്ന് വെച്ചാൽ ജോലിയുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് പ്ലാൻഡ് അല്ലാത്ത ഒരാൾ UK പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. സിമ്പിളാണ്. ദാറ്റ് ഇസ് ലൈൻ. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം, ജർമ്മനി ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ ഡൗൺ ആയതുകൊണ്ട് അപ്ലിക്കേഷൻസ് ഭയങ്കര കൂടുതലാണ്. ജർമ്മനിയിലേക്ക് അപ്ലിക്കേഷൻസ് ഭയങ്കര കൂടുതലാണ്. ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാതിരുന്നിരുന്ന ഒരു സിനാരിയോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് നമ്പേഴ്സ്. റൈറ്റ്. അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് നല്ല പ്ലാനിങ് ഇല്ലാതെയാണ് ജർമ്മനിയിൽ പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി എ പ്രോബ്ലം ഫോർ യു, എസ്പെഷ്യലി വിത്ത് ദ ലാംഗ്വേജ് കൺസ്ട്രെയിൻറ്റ്. ജർമ്മനിയിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ വെരി ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ it is to be done. Things work there. Right. അത് we have already figured it out. നമ്മൾ അങ്ങനെ തന്നെയാണ് ആ പ്രൊസീജിയേഴ്സ് പോകുന്നത്. ഓസ്ട്രേലിയ യു ഹാവ് സീൻ ലേറ്റ്ലി, ഇപ്പോൾ കഴിഞ്ഞ January 8th വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻസ് ഹൈ കാറ്റഗറി ലെവൽ 3 പോയി, ഹൈ കാറ്റഗറി റിസ്കിലേക്ക് പോയി. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ റിസ്ക് ആക്ച്വലി. അപ്പോൾ ഏതൊരു കൺട്രി, ഇപ്പോൾ അയർലൻഡ് ഫോർ ദാറ്റ് മാറ്റർ, അയർലൻഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ IT സൈഡിലാണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ സൈഡിലൊക്കെ ദർ ആർ ഓപ്പർച്യൂണിറ്റീസ്, ബട്ട് ദ കൺട്രി ഈസ് വെരി സ്മോൾ. ഓൾസോ ന്യൂസിലാൻഡ് ഓൾസോ ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെയും ഞാൻ ഒരു അണ്ടർലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുവർ പ്ലാനിങ് മാറ്റേഴ്സ്. ഏത് കൺട്രിയിലേക്ക് നിങ്ങൾ ആദ്യം ഒരു കൺട്രി ചൂസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നതിന് പകരം ഹാവ് എ പ്രൊഫൈൽ വെരിഫൈഡ്, ദെൻ യു സ്റ്റാർട്ട് പ്ലാനിങ് അക്കോർഡിംഗ്ലി. എന്തായിരിക്കും ബെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. അഗൈൻ ഇപ്പം നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് വൺ മോർ തിങ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഹൗ ഇസ് ദി അക്കാഡമിക്സ് ഡിഫറെൻറ്റ്? ഞാൻ പൊതുവേ ഇങ്ങനെ ചിലയിടത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ ടോപ്പ് 9, അല്ലെങ്കിൽ നമ്മൾ ചില യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് അത് പാസ്സായി എടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. സോ ഹൗ ഡസ് ഇറ്റ് വർക്ക് വിത്ത് ജർമ്മനി? ജർമ്മനി സിമിലർ തന്നെയാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി എളുപ്പമുള്ള പരിപാടിയല്ല, അത് ആരും വിചാരിച്ചിട്ട് പോരുത്. ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ ഫ്രീ. എഡ്യൂക്കേഷൻ ഇസ് ഫോർ ഫ്രീ അല്ലേ? ഓൾമോസ്റ്റ് ഒരു 15-20 lakhs നിങ്ങൾ UK കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഹിയർ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ ഫ്രീ. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് ഈസി. ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്താൽ തന്നെ 2 വർഷം കൊണ്ട് നിങ്ങൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുള്ളൂ. Private universities, when in Germany is concerned, it's comparatively, public university ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് it's a bit
ബിറ്റ് ഈസി ഓക്കെ അങ്ങനെ പറയാം. പക്ഷേ സ്റ്റിൽ ദേ മെയിൻറ്റെയിൻ എ സ്റ്റാൻഡേർഡ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓൾസോ ദേ മെയിൻറ്റെയിൻ എ സ്റ്റാൻഡേർഡ്. വെറൈറ്റി ഓഫ് ഓപ്ഷൻസും അവിടെയുണ്ട്. കോഴ്സ് ഓപ്ഷൻസ് ആർ ഓൾസോ ദർ ഇൻ ജർമ്മനി. ഓക്കെ. പിന്നെ UK ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, നമുക്ക് ഇച്ചിരി അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്, അങ്ങനെ ഒരു സിനാരിയോ ജർമ്മനിയിലുണ്ട്. ഓക്കെ. ഈ കോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീൽഡിൽ നിന്നുള്ള സ്റ്റുഡൻസ് പോകുന്നുണ്ടായിരിക്കും. അപ്പം നോർമലി മാസ്റ്റേഴ്സിനായിരിക്കും പോകുന്നത്. പക്ഷേ 12th കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾ കൂടുതലും MBBS പോവുക അല്ലെങ്കിൽ മെഡിസിന് പോവുക, അങ്ങനെ ഒരു ട്രെൻഡും നമ്മുടെ നാട്ടിൽ റീസെൻ്റ്ലി നമ്മൾ അല്ലെങ്കിൽ കുറച്ചധികം നാളായിട്ട് കാണുന്നുണ്ട്. ജർമ്മനിയിൽ എന്താണ് അതിനുള്ളൊരു ഓപ്ഷൻസ്? ജർമ്മനിയിൽ ഓപ്ഷൻസ് ഞാൻ അത് ഒരിക്കലും അധികം ഒരുപാട് സജസ്റ്റ് ചെയ്യില്ല. വൈ? ബിക്കോസ് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ജർമ്മൻ ലാംഗ്വേജ് C1 വേണം. ഓക്കെ. MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത് ഇത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പിന്നെ അഗെയിൻ നമ്മുടെ ഒരു അക്കാദമിക് സിസ്റ്റവും അവരുടെ ഒരു അക്കാദമിക് സിസ്റ്റത്തിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ദർ റിക്വയർ 13 years ഓഫ് മിനിമം എഡ്യൂക്കേഷൻ. സോ ആ ഒരു വർഷം പഠിച്ച്, അത് മോസ്റ്റ്ലി ജർമ്മനിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അത് പഠിച്ച് അതിൻ്റെ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് വേണം അവർക്ക് MBBS കിട്ടാൻ. ദാറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ടൈം. സോ അതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. MBBS നമ്മുടെ അടുത്തേക്ക് ഒരുപാട് സ്റ്റുഡൻസ് പുറത്തേക്ക് കരിയർ കോച്ചിങ് പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരാറുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യും. നീറ്റിന് പ്രിപ്പയർ ചെയ്ത് കിട്ടാതാവുന്ന സമയത്തേക്ക് പുറത്തു പോയി പഠിക്കുക എന്നുള്ളതാണ് ഒരു എയിം. പക്ഷേ ഇതും ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കും, ഒരു സംശയം വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇതൊരു 5-8 വർഷത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ. ഇത് കഴിയുന്ന സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ഫെയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിലും there are a lot of students who have completed their MBBS and who came back to India and അതും അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ കൺസൾട്ടൻസീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ അവർ വെക്കുന്നത് നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ് പറയുന്നത്, പുറത്തേക്ക് പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്ന സമയത്തേക്ക് തന്നെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു കുട്ടീനെ ഇവൻ ചിന്തിക്കുകയാണ്, ക്വാളിഫൈ ചെയ്താൽ പിന്നെ എന്തായാലും പുറത്തേക്ക് ഇവിടുന്ന് ചിന്തിച്ചാൽ ആ നീറ്റിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നത് തന്നെ പോയി അല്ലേ. പിന്നെ ഇവൻ പുറത്ത് പോയിട്ട് പഠിക്കുന്ന സമയത്തേക്കും MBBS ഇവിടെ പഠിക്കുന്ന അത്ര തന്നെ അവിടെയും പഠിക്കാനുണ്ട്. ഇത് അത്ര എളുപ്പമല്ല എന്നുള്ളത് ഹീ ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഷീ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരുപാട് MBBS ചെയ്ത് കൊടുക്കാറുണ്ട്, അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഒരുപാട് നമ്പേഴ്സ് ചെയ്യുന്നില്ല, ബട്ട് വി ആർ ഡൂയിങ് ഇറ്റ്. പക്ഷേ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ആക്ച്വലി വി ആർ ടേക്കിംഗ് ദം ത്രൂ എ പ്രോപ്പർ പ്ലാൻ. ഒരു 6-7 yearsൻ്റെ റോഡ് മാപ്പ് ഇവരെ കൊടുത്തിട്ട് മാത്രമേ ഞാൻ വിടുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സയന്റിഫിക് അസസ്മെന്റ് ചെയ്തിട്ട് ഇത് തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ആദ്യം ചോദിക്കും, എൻഷുർ ചെയ്യും. റൈറ്റ്. അവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വി ഗീവ് ദം എ പ്രോപ്പർ റോഡ് മാപ്പ്. സേ ഇപ്പോൾ ജോർജിയ ആണെങ്കിലും പോളണ്ട് ആണെങ്കിലും ഉസ്ബെക്ക് ആണെങ്കിലും ഒക്കെ വി ക്യാൻ ഡു. പക്ഷേ അത് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പോലെ, അതായത് ഇവിടെ MBBS കിട്ടാത്തതുകൊണ്ട് അവിടെ പോയിട്ട് എടുത്തിട്ട് ഈസി ആയിട്ട് വരാമെന്നൊന്നും വിചാരിക്കരുത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ദേ ഹാവ് ടു റൈറ്റ് എൻ FMG എക്സാം. അത് അത്യാവശ്യം നല്ല പാടാണ്. അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇവർ ചെയ്താൽ മെനക്കെട്ടാലേ നടക്കുകയുള്ളൂ. സ്റ്റുഡൻസ് അധികം ജോർജിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ മഞ്ഞ് കണ്ട ഫീല് വന്നാൽ ഇവർ ഈ പഠിത്തം മറക്കും. അത് മിക്കവാറും ഒരു തീരുമാനമാവും ചെയ്യും. സോ വി ആർ ഡൂയിങ് ഇറ്റ്. MBBS ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ വി ആർ ഡൂയിങ് ടു ജോർജിയ, ഉസ്ബെക്ക് ചെയ്യുന്നുണ്ട്, പോളണ്ടൊക്കെ നമുക്ക് ചെയ്യാം. എന്തൊക്കെ സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന കൺസൾട്ടൻസീസ് കൊടുക്കുന്ന അവിടെ പോയിട്ടുള്ള പോസ്റ്റ് ലാൻഡിങ് സർവീസസ്, 6 year സപ്പോർട്ട്, ഇതൊക്കെ ഇറ്റ്സ് എ നോർമലൈസ് തിങ് ഫോർ മീ. റൈറ്റ്. അതൊന്നും ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമല്ല. എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇവർക്കൊരു പ്രോപ്പർ റോഡ് മാപ്പ് കൊടുത്തിട്ട് മാത്രം, അത് ഓക്കെയാണ്, പാരൻറ്റും സ്റ്റുഡൻറ്റും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ we ask them to proceed with MBBS. That is how our MBBS thing works. Right. അതുകൊണ്ട് തന്നെ എനിക്ക് 150-200 നമ്പേഴ്സ് ഒന്നും ഇവിടെയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാനും ചെയ്യാനും ക്ഷമയുള്ള പാരൻസും സ്റ്റുഡൻസും മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി. അതാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് അല്ലേ. വെറുതെ കുറെ ആൾക്കാരോട് ഈ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. We do it properly. Especially ക്വാളിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ. And again, ഇപ്പം പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങും. How do you reach out to students? Like നമ്മൾ കോളേജിലൊക്കെ എന്തെങ്കിലും ക്യാമ്പയിൻസോ അല്ലെങ്കിൽ ഡു യു വിസിറ്റ് കോളേജസ് അല്ലെങ്കിൽ കോളേജിൽ പോകാറുണ്ട്. ആക്ച്വലി കോളേജിൽ ഇപ്പോൾ പല കോളേജസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പോകാറുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ശ്രമിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പല കോളേജസിലും മറ്റേ അവയർനെസ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ
ഇതിനെ പറ്റിയിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് സെമിനാർ കൊടുക്കും. ഈ സെമിനാർസിൻ്റെ അവസാനം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോൺ നമ്പർ എഴുതി വാങ്ങും. പിന്നെ സ്റ്റുഡൻസിന് ഒരു സൗകര്യം ഉണ്ടാവില്ല, വിളിച്ചിട്ട് ഒരു സൗകര്യം ഉണ്ടാവില്ല. വി ഡോണ്ട് ഡു ഇറ്റ് ആൻഡ് വി ഡോണ്ട് സെൽ തിങ്സ് ഓവർ ദെയർ. ലൈക്ക് ഈ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജും ആ കൺട്രിയിൽ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ് ഉണ്ട്, സ്കിൽ വേഴ്സസ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വി ഡോണ്ട് ഡു ഇറ്റ്. ഗ്ലോറിഫൈഡ് ഒന്നും ചെയ്യില്ല. ഈ കഥ ഇപ്പം നമ്മൾ സംസാരിച്ച കഥയുണ്ടല്ലോ മക്കളെ, ഇതൊന്നും എളുപ്പമുള്ള പരിപാടിയല്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ. അതിന് വേണ്ടിയിട്ട് ഹൗ ക്യാൻ എങ്ങനെയായിരിക്കണം അവർ ചിന്തിക്കേണ്ടത് എന്നുള്ളത് മാത്രമേ വിൽ ബി ഡൂയിങ് ഇറ്റ്. പിന്നെ കോളേജുകളിൽ പോയാലും വി ഡോണ്ട് കളക്ട് ഡാറ്റ. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഇവർ ഇത്രയും ഡാറ്റ എൻ്റെ അടുത്ത് വന്ന് ഇവരെ കൊണ്ടൊക്കെ അങ്ങോട്ട് വിളിപ്പിച്ച് ഐ ഡോണ്ട് ഡു ഇറ്റ്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ, ദിസ് ഈസ് ദ റൈറ്റ് വേ ടു ഡു ഇറ്റ് അക്കോർഡിംഗ് ടു മീ. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യം. കാരണം നമ്മൾ ഇപ്പം ഞാനാണെങ്കിലും പുറത്ത് പോകാൻ നോക്കിയ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ നമ്പർ. പക്ഷേ അത് നമ്മൾ ചെയ്യാറില്ല, ഫോളോ അപ്പ് ചെയ്യും. ലൈക്ക് അവർ ഡെഫിനറ്റ് ആയിട്ടും പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഇവരെ ഈ വെറുതെ വിളിപ്പിച്ച് പോകാൻ താല്പര്യമില്ലാത്ത നമ്മൾ ഈ മറ്റേ മാങ്ങ ഞെക്കി പഴിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. റൈറ്റ്, വി ഡോണ്ട് ഡു ഇറ്റ്. പക്ഷെ അത് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഈസ് ദ റൈറ്റ് വേ. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വി ആർ കൺവേ അല്ലേ, നമുക്ക് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഗെറ്റിംഗ് കൺവിൻസ്ഡ് ഇഫ് ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ്. പിന്നെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് എവിടെ പോയിട്ടും ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്ത ഒന്നും ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതാണ് റിയാലിറ്റി. എനിക്ക് തോന്നുന്നു എന്തൊക്കെ മാജിക് അല്ലെങ്കിൽ മിറാക്കിൾസ് നടക്കുമെന്ന് പറഞ്ഞാലും ദിസ് ഇസ് റിയാലിറ്റി. ഒന്നും സംഭവിക്കാനില്ല, ഒരു മാജിക്കും ഒരു മിറാക്കിളും സംഭവിക്കാനില്ല. റിയാലിറ്റി യു ഷുഡ് ബി ഗ്രൗണ്ട് ടു റിയാലിറ്റി. നിങ്ങൾക്ക് കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ you are going to be in trouble. That is the bottom line. Okay. Right. യെസ്. ഇനി അഗൈൻ ഇപ്പം എങ്ങാനും നാട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു പോപ്പുലേഷൻ ഉണ്ടല്ലോ, അവർക്ക് ഇസ് ദർ എനി ചാൻസസ് ദാറ്റ് ദേ ക്യാൻ ഗോ ബാക്ക്? അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാട്ട് ആർ ദി ഓപ്ഷൻസ് ദാറ്റ് ദേ ഹാവ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ്. അപ്പോൾ അവരുടെ പ്രൊഫൈൽ എന്തായിരിക്കും, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വരുന്ന സിനാരിയോ ഞാൻ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പേഴ്സണൽ ഒപ്പീനിയൻസിൻ്റെ മേലെ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളുടെ ചോയ്സസിൻ്റെ മേലെ തിരിച്ചു വന്നിട്ടുണ്ട്. മെനി പീപ്പിൾ മൂവ് ടു GCC കൺട്രീസ്. അവർക്ക് ഒരുപാട് ഓപ്ഷൻ എന്ന് വെച്ചാൽ GCC ഇപ്പോൾ ഈ ദുബായ് പോലത്തെ കൺട്രീസിലൊക്കെ ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് they have a lot of, they require like international exposure, people with international exposure, that is there. So അങ്ങനെ ചെയ്യാറുണ്ട്. GCCയിലേക്ക് ഇന്ത്യയിൽ വന്നിട്ട് നല്ല പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അറിയാം. So it depends from person to person. എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ഒരു മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള മാസ്റ്റേഴ്സിനെക്കാട്ടിലും സാലറി പാക്കേജ് വൈസ് ആണെങ്കിലും there is a lot of difference if done properly. Right. അതാണ് ടാഗ് ലൈൻ. എന്താണെന്ന് വെച്ചാൽ UK ഒരു മാസ്റ്റേഴ്സ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഒരാൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ആളെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് ബി ഹയറിംഗ്. നമ്മൾ പറഞ്ഞ പോലെ സ്കിൽ സെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പണ്ടൊക്കെ ആയിരുന്നു ഡിഗ്രി ഒക്കെ കണ്ടിട്ട് ഹയർ ചെയ്തിരുന്നത്, അതൊക്കെ മാറി തുടങ്ങുന്നു അല്ലേ. പണ്ട് നമ്മളെ ഡിഗ്രി കണ്ടിട്ട് നമ്മളെ ആ ഒരു സംഭവം അതൊക്കെ മാറി തുടങ്ങുന്നു. തിങ്സ് സ്റ്റാർട്ടഡ് ചേഞ്ച്. സ്മാർട്ട് വർക്ക് മാറ്റേഴ്സ്. സ്മാർട്ട് വർക്ക് ആൻഡ് സ്കിൽ സെറ്റ്.